everyone, welcome to my channel. It's Hannah and we are at Ammachi's house. And Ammachi? എന്ത് ചെയ്യുക? സവാള കുറച്ചുകൂടെ പൊളിക്കുകയാണ് സലാഡിന്. സലാഡിനോ? സഹായിക്കണോ? ഞാൻ ചെയ്തോളാം. ശരി. ഹലോ ഗൈസ്, അപ്പം ഇന്ന് അപ്പച്ചൻ മരിച്ചിട്ട് 1 വർഷമായതിൻ്റെ സെലിബ്രേഷൻസ് ആണ് ഇവിടെ കാണുന്നത്. സോ ഓക്കെ, സോറി. അതെ, അല്ല, ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ച് അപ്പച്ചന്റെ സന്തോഷമായിരുന്നില്ലേ വെച്ച് വിളമ്പുന്നത് എല്ലാവർക്കും. ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചു. യാ, ഓക്കെ. അരിഞ്ഞ കൈ പോയാ അമ്മച്ചി? എന്തുണ്ട് വിശേഷം? എങ്ങനെ ഇങ്ങനെ നല്ല സന്തോഷം എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ചപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. അപ്പച്ചൻ നമ്മുടെ അടുത്തില്ലല്ലോ എന്നുള്ളൊരു പ്രയാസമുണ്ട്. അപ്പച്ചനെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ, ശരി, അതുപോലെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പം അപ്പച്ചന്റെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ എല്ലാവരും കാണാം. ദീനേച്ചി ഇത് മിണ്ടാതിരിക്കണേ. ഹായ് പറ, ഹായ് പറ. നാണമാണ്. എവിടുത്തെ ഷെഫാരാ? ഷെഫ് മിസ്റ്റർ എബി ജോസഫാണ് വെക്കുന്നത്. ജൂനിയർ. അതെ, അല്ല, സവാളയിലുള്ള കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, ഇത് ഫ്രൈഡ് റൈസിന് ഇടാനായിട്ട് ക്യാരറ്റ്, ബീൻസും, സവാള ഉണ്ട്, കറിവേപ്പില ഉണ്ട്, തക്കാളി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഫൈനലി ചെയ്തിട്ട് ഇനി മേശപ്പുറത്ത് വരുന്നതിന്റെ വീഡിയോ എടുക്കാം കേട്ടോ. അതെ, ഷെഫുള്ള ഷെഫ് എബി. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യണം? അരി കഴുകി വാലാൻ വെക്കാം. ഓക്കെ ഓക്കെ. ചിക്കൻ കഴുകുന്നു. ചിക്കൻ നമ്മൾ കഴുകുക. നാരങ്ങ ഉണ്ടോ? അതില് ചെറുതൊക്കെ ഇവിടെ വറുത്ത് പൊടിച്ച മഞ്ഞപ്പൊടി, അതല്ലേ പറയാൻ വന്നേ? ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ് ഇവിടുത്തെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് പുഴുങ്ങി കഷ്ടപ്പെട്ട് പുഴുങ്ങി. അതാണ്, നിങ്ങൾ ആരും അറിയാതെ പോകരുത്. ഒരു കർഷകനാണിത്. കർഷകനും കൂടിയാണ്. പിന്നെ അപ്പച്ചൻ നട്ട സാധനങ്ങളും ഇതുമാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ആ പറമ്പ് ഫുള്ള് അപ്പച്ചൻ നട്ട കപ്പയുണ്ട്, ചേനയുണ്ട്, മുളകുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതിന്റെ കൂടെ എബിയെങ്കിലും കൂടെ കുറച്ച് കർഷകൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ മഞ്ഞൾപ്പൊടിയുമാണ് ഇനി. ഇത് ചിക്കന്റെ ബാക്കി പണിയാണ്. ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ വേറെ ശകലം മുളക് പൊടി, ഇതൊക്കെ ഇട്ടൊന്ന് പരട്ടി വെക്കാം. പരട്ടി വെക്കാം. നിങ്ങൾ പെരട്ടിട്ട് കാണാം. നമുക്ക് നാരങ്ങ എടുക്കാൻ പോവാം. നമ്മുടെ കൂടെ അങ്കിളുമുണ്ട്. ഇവിടെ പൂട്ടിയാ വെയിലിട്ട് വഴി. കാടും മലയും താണ്ടി വേണം അടുത്ത വീട്ടിലേക്ക്. അല്ല, നമ്മള് സിറ്റി ജീവിച്ചിട്ട് ഇവിടെ വരുമ്പോ ഇതാണ് വീട്. റംബൂട്ടാനോ? പക്ഷേ ഇപ്പൊ സീസൺ അല്ലേ? ചക്ക എവിടെ? അയ്യോ, കാണാൻ പറ്റൂല. ഇതൊരു ടൈപ്പ് നാരങ്ങയാണ്. നീളത്തിൽ വളരും, നല്ല മണം. അയ്യോ, സൂക്ഷിച്ച്. നാരങ്ങ മതി. ഇത് ജാതിക്ക ഇല്ല, ജാതി മരം ഉണ്ടോ? വീണ് 4 ചുറ്റും കാടാ. എന്നിട്ട് കാടും മരം എന്താണല്ലോ. വാഴ കൊലച്ചല്ലേ? ആൾക്കാർ മനോഹരമായ പ്രകൃതി. നമുക്ക് പിന്നെ ചക്ക ഇടാം. പാടാണ്. റംബൂട്ടാൻ ഷൂട്ട് ചെയ്തു.
റംബൂട്ടാൻ പക്ഷെ കാണാൻ പറ്റില്ല. ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ദാ, ഒരു ഷെഫിനെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഷെഫിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പിഴിഞ്ഞ് കാണിച്ചിട്ട് ഒരു നാരങ്ങ പിഴിയാൻ എന്റെ പൊന്നോ, അതിനും വേണം ഷെഫ്. ദാ, കത്തി. ഇതിങ്ങനെ ചെറുതായിട്ട് വന്നു. വാവ്. എന്നിട്ട് ഒന്നുകൂടി കണ്ടു. കണ്ടോ, നമ്മുടെ പറമ്പിൽ വിളങ്ങിയ നാരങ്ങയാണ് അല്ലേ? ആ, അതെ. സാധാരണ നാരങ്ങ അല്ലത്. ഭയങ്കര ടേസ്റ്റാണ്. മറ്റേ മുസമ്പിയൊക്കെ പോലത്തെ ആ ആ നാരങ്ങ. ഒന്നുകൂടി നോക്കുക. സാധാരണ നാരങ്ങ നമ്മൾ 2 തവണ അരി, ഇതൊരു 3 തവണ അരിയും. അത്ര ഉണ്ട്. അതെ, ഇത് 3 തവണ. ഇത് ആക്ച്വലി ചെറുതാ, ഇതിനും വലുതാവും. ഇത് വലുതാവും. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക. അടുത്തത് വെക്കുമ്പോൾ ഓക്കെ. ഇതിൻ്റെ മുകളിൽ വെക്കുക. ആ, ഓക്കെ. ഇത് വന്നില്ലെങ്കിൽ നാണക്കേടാണ്. ഉണ്ടോ? ആ ആ, ഓക്കെ. അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഇതാ പുറത്തോട്ടാണ് പോണത്. വീഡിയോ എടുക്കുകയാണ്. ഉണ്ടോ? കണ്ണാടി വെച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാം. വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് കണ്ട് അനുകരിക്കരുത്. ഇത് പ്രായമൊക്കെ ആയി കഴിഞ്ഞു. പറയുന്നത് കണ്ണൊക്കെ നല്ല ഷാർപ്പാണ്. ആ, അതുകൊണ്ട് ഷാർപ്പ്. ഇവിടെ വറുത്ത് പൊടിച്ച മഞ്ഞപ്പൊടി, അതല്ലേ പറയാൻ വന്നേ? ഓർഗാനിക് മഞ്ഞൾപ്പൊടിയാണ് ഇവിടുത്തെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് പുഴുങ്ങി ദാണ്ട കഷ്ടപ്പെട്ട് പുഴുങ്ങി അതാണ്, നിങ്ങൾ ആരും അറിയാതെ പോകരുത്. പൊടിച്ച ഒരു കർഷകനാണിത്. കർഷകനും കൂടിയാണ്. പിന്നെ അപ്പച്ചൻ നട്ട സാധനങ്ങളും ഇതുമാണ് കൂടുതലും ഇവിടെ ഉള്ളത്. ആ പറമ്പ് ഫുള്ള് അപ്പച്ചൻ നട്ട കപ്പയുണ്ട്, ചേനയുണ്ട്, മുളകുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതിന്റെ കൂടെ എബിയെങ്കിലും കൂടെ കുറച്ച് കർഷകൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതിന്റെ മഞ്ഞൾപ്പൊടി. കുരുമുളക് പൊടി ഇവിടത്തെയാണോ? കുരുമുളക് പൊടി എല്ലാം ഇവിടുത്തെയാണ്. മുളക് പൊടി കടയിലെയാണ്. ഇത് ഇത്രയും ചെയ്ത് നമ്മൾ മാരിനേറ്റ് കോഴി ചെയ്ത് വെച്ചേക്കുവാണ്. കോഴി തമിഴ്നാട്ടിലെയാണ്. തമിഴ്നാട്ടിലാണ്. ഓക്കെ. മുളക് പൊടി ഒഴികെ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം ഇവിടെ പൊടിച്ചതാ. കണ്ടോ, ഇതാണ് അമ്മ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി വന്ന് നമ്മുടെ ഈ ശ്രദ്ധ തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് മറക്കാതെ സാധനം മറക്കില്ല. ഈ പൊടി എടുത്തിട്ടില്ല, ഈ പൊടി എടുക്കും കേട്ടോ, ഡോണ്ട് വറി. ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്. ആ, ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി. അല്ല, കാണാത്തത് എന്നോട് ചോദിക്കണേ. അയ്യോ, കാണാത്തത് കണ്ടുപിടിച്ചിരുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധപ്പെടാൻ ഹ്യൂമനി കുക്സ് വരുമ്പം സൂപ്പ് കൊളാപ്സ് എന്നൊക്കെ പറയത്തില്ലേ? ആ, മൊത്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കുഴമ്പ് പോലെ കോരി തിന്നാം. ശകല ഉപ്പ് നമ്മൾ ഇടുക. ഓക്കെ. എങ്ങനെയായിരുന്നാലും നമ്മളെ കഴിക്കുന്നത്. ഇത് കറി വെക്കാൻ നേരം നമുക്ക് ഉപ്പ് നോക്കിയിടാം കേട്ടോ. ഓക്കെ. കറിവേപ്പില ഇടാം. ഇത് ചതക്കണ്ടേ? അത് ചതയ്ക്കണം. പൊന്നോ, അമ്മച്ചിയുടെ ടെൻഷൻ. അല്ല, കണ്ടുപോകുന്ന അമ്മച്ചിക്ക് ഇവിടെ അരച്ച് വെച്ചിരിക്കുന്നുണ്ടോ? അയ്യോ, ആ, ഇതിനകത്തുണ്ട്. അല്ലല്ല, ആ, അരച്ച് വെച്ചിട്ട്. ആ, ശരി. ആ, ഉണ്ട്. ഇവിടെ ഒരു മെയിൻ ഷെഫ് ഉണ്ട്, അമ്മ. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്നും സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. കാര്യമില്ലാണ്ടില്ല. കുറച്ച് കടുക് ചേർത്ത് കൊടുത്ത് അങ്ങ് പൊട്ടട്ടെ കടുകൊക്കെ. ഓ, എന്തോന്ന് റെസിപ്പിയോ? ഇവിടെ ഷെഫ് ഇരിക്കുമ്പോ എന്തിനാ കരയുന്നേ? അതെ. എന്നിട്ട് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടുക. കാരണം പെട്ടെന്ന് അതെ, ഇങ്ങോട്ട് വഴട്ടെ ആ സാധനം. അതെ. ഓ, ചിക്കനിലും ഇട്ടു, സവാളക്കകത്തിട്ടു, അരി വേവിച്ചപ്പോ ഇട്ടോ, അതിലും ഇട്ടു. ഞാൻ നേരത്തെ വന്നെടുത്തതല്ലേ. ഇനി അങ്ങ് വഴറ്റിയെടുക്ക. ഗൈസ്, കണ്ട പേളിമാണിയുടെ യൂട്യൂബ് ചാനല്. പേളിമാണിയാണ് അത്. പറഞ്ഞതാണ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി ഇച്ചിരി ഫ്രൈ ആയിട്ട് മാറ്റിയിട്ട് ഉള്ളി ഇടണം. കണ്ട, ഷെഫ് ചെയ്ത പണിയുണ്ടോ? ആ, ഓക്കെ. എന്താ പറഞ്ഞു ഒന്നുകൂടെ? അതും വന്ന് വാങ്ങിച്ച് ഇത്രയും മതി എണ്ണ. ചോറിനധികം എണ്ണ വേണ്ടാന്ന് പറഞ്ഞ് ഓക്കെ. പക്ഷെ ഞാൻ ടേസ്റ്റ് ആണ് ആദ്യം ചെയ്യാൻ.
ഏകദേശം അതിലെടുക്കും. എന്ത് എന്ത് ഇഞ്ചി വെളുത്തുള്ളി വരട്ടിയതിന് ശേഷം ഇതെല്ലാം കൂടി ഇടാണല്ലേ? ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടോ? 1 2 3 എല്ലാരും വന്ന് കൈ വെക്കും ഇതില്. എല്ലാരും കൈ വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയാവും അറിയത്തില്ല. എന്തായാലും നമ്മളൊക്കെ തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ആണ്. ഈ അമ്മച്ചിനെ ഇറക്കി വിട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തത് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി. ഓക്കെ. നമ്മൾ ഇതില് തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു. ഇത് കുറച്ച് ഉള്ളി അരച്ചതാണ്. വഴട്ടിയ ഉള്ളിയാ? വഴട്ടിയ ഉള്ളി. ഓക്കെ. അതെ, ഞാൻ ഇളക്കാൻ എക്സ്പേർട്ടാ. എല്ലാം കൂടെ ഇട്ട് ഇളക്കുക. കഞ്ഞി പിടിക്കുന്നു വേഗം. ഇളക്കാൻ ഞാനിങ്ങനെ കരിക്കും. വഴറ്റിയതിനകത്തോട്ട് അതെല്ലാം കൂടെ ഇട്ട് ഇളക്കാം. ഇവിടെ സവാള ഇടുന്ന പൊരിയുന്നുണ്ട്. മസാലപ്പൊടി ഉണ്ട്. എല്ലാം ഇട്ടു നല്ലതായിട്ട് മൂപ്പിച്ചങ്ങ് എടുക്കാം അല്ലേ? പച്ചമണം അല്ലേ? വൈകിട്ട് ബാ പിന്നെ കയറി നടക്കില്ലേ? അവിടുത്തെ രുചിയാണ് അതുകൊണ്ടാണ്. നീ ചേച്ചി ഇതിനെ പിടിച്ചു വെച്ചോ. അല്ല ഞാൻ അതര ഇവ നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഉപ്പിട്ടോ? ലാസ്റ്റ് ആണോ ഉപ്പ്? ലാസ്റ്റ്. ചിക്കൻ എപ്പോൾ ഇടും? കുറച്ചുകൂടെ വെള്ളം വേണം. ചിക്കനകത്ത് വെള്ളം കാണും. ചിക്കൻ കറി റെഡിയാണ് ഗൈസ്. നല്ല മല്ലി ഇട്ടാ മതി. നമ്മൾ പണ്ട് ഇതുപോലെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിന്റെ വീഡിയോ എടുക്കാറുണ്ട് എപ്പോഴും. ഞാനില്ലായിരുന്നു. ഞാനില്ലായിരുന്നു. അല്ല ഇവങ്ങൾ ഉണ്ടാക്കണ ഓർമ്മയുണ്ട്. അപ്പച്ചന്റെ ബർത്ത്ഡേ ആണോ? മോൻസിനൊക്കെ പുറത്തിട്ട് ഇതും കൂടെ ഒന്ന് പിടിക്കും. ഫ്രൈഡ് റൈസ്, ചിക്കൻ, പപ്പടം, സാലഡ് എല്ലാം കഴിയും.
ഇലയൊക്കെ വെട്ടിക്കൊണ്ടിരുന്നു. വയറിന്ന ഇപ്പഴാ വയറ് വയറ് ഇവിടെ എണ്ണ തേച്ച് കുളിക്കാൻ പോവാ. ഒട്ടി കിടക്കുമായിരുന്നു. ആ വയറ് ഇങ്ങനെ വയറ് വരുന്നതിൽ കാര്യമൊന്നുമില്ല. അല്ല അടുത്ത ഉപദേശം. കിടക്കുമായിരുന്നു. ഇപ്പഴാ വന്നത്. ഒരു പണി എടുക്കരുത്. പാപം കഴിച്ചോന്ന്. ഓക്കെ. അതെ, ഒരു പണി എടുക്കരുത്. ഇങ്ങനെ കുത്തിയിരുന്നു. ആരെ സഹായിക്കരുത്. ഹാപ്പി അല്ലേ? മൈ stupid heart. ഇവിടെ വീഴും. അങ്ങനെയല്ല മുന്നേ. അമ്മേ, അച്ഛാ, മാറി, മാറി, മാറി. ഇല്ല, പോട്ടെ. ഹാപ്പി അല്ലേ?